കേന്ദ്ര സർക്കാരിന്റെ വമ്പൻ സഹായം നമ്മുടെ രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് ഇനി ഇരട്ടി ആനുകൂല്യം എത്തിച്ചേരാൻ പോവുകയാണ്. ഈ വർഷം 18,000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കുന്നത്. എങ്കിലും സാധാരണക്കാരന് അവരുടെ വീടുകളിൽ ഒരു വലിയ സഹായമായിട്ടാണ് PM കിസാൻ സമ്മാൻ പദ്ധതി മാറുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ 23 ലക്ഷത്തോളം ആളുകൾ കിസാൻ സമ്മാൻ പദ്ധതിയിൽ ഉണ്ട്. 1000 രൂപയായിരുന്ന ആനുകൂല്യം 8,000 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഈ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ചിരുന്നു. അപേക്ഷ സമർപ്പിച്ചത് സ്ത്രീകളാണെങ്കിൽ അവർക്ക് 12,000 രൂപയായി വർദ്ധിപ്പിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. പുരുഷന്മാരാണെങ്കിൽ 8,000 രൂപ വരെയായിരിക്കും വർധനവ്. ഈ ഒരു വർധനവ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു സഹായം തന്നെയാണ്. ഒരു മാസം നടക്കുന്ന യൂണിയൻ ബജറ്റിൽ സ്ത്രീകൾക്കുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന. കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആദ്യത്തെ ഗഡു സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 4,000 രൂപ നൽകുമെന്നും ഉള്ള സൂചന ലഭ്യമായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ തുക വർദ്ധിപ്പിക്കുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർക്ക് 8,000 എന്നുള്ളത് 10,000 രൂപയായിരിക്കും വർധനവ്. ഏകദേശം 30 കോടിയോളം സ്ത്രീകളാണ് ഗുണഭോക്താക്കളായിട്ടുള്ളത് എന്നാണ് ഏകദേശം കണക്ക്. ഇവർക്ക് 12,000 രൂപയ്ക്ക് അടുത്ത് ആനുകൂല്യം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. കിസാൻ സമ്മാൻ പദ്ധതിയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക. ഒരു റേഷൻ കാർഡിൽ ഒന്നിലധികം അംഗങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിലും ഒരു കാർഡിലെ ഒരു വ്യക്തിക്കായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നത്. ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിംഗ്, ആധാർ അപ്ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യങ്ങളെല്ലാം നിങ്ങൾക്കും ലഭിക്കും. ഈ ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായിട്ടും നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്നുകൂടെ ഓർത്തു വയ്ക്കേണ്ടത് ആവശ്യമാണ്.